ഒരാൾക്ക് എപ്പോഴാണ് പണത്തിന് അത്യാവശ്യം വരികയെന്ന് പറയാൻ കഴിയില്ല. അതുകൊണ്ട് തന്നെ എപ്പോഴും ആവശ്യമായി വരുന്ന ഒന്നാണ് പേഴ്സണൽ ലോണുകൾ. ഏറ്റവും അത്യാവശ്യ ഘട്ടങ്ങളിൽ, അതായത് വിവാഹം, വിദ്യാഭ്യാസം, ആശുപത്രി ചിലവുകൾ തുടങ്ങിയ കാര്യങ്ങൾക്കെല്ലാം പേഴ്സണൽ ലോണുകളിലൂടെ ലഭിക്കുന്ന തുക ഉപയോഗിക്കാൻ കഴിയും. 2025 പേഴ്സണൽ ലോൺ നേടാൻ പദ്ധതിയിടുന്നവർക്ക് മികച്ച കരാർ ഉറപ്പാക്കാൻ ചില പ്രധാന ഘട്ടങ്ങൾ പാലിക്കേണ്ടതുണ്ട്. നിങ്ങളുടെ ക്രെഡിറ്റ് സ്കോർ പരിശോധിക്കുന്നത് മുതൽ വിവിധ ബാങ്കുകളുടെ പലിശ നിരക്കുകൾ താരതമ്യം ചെയ്യുന്നതുവരെ എല്ലാം ഈ നീക്കത്തിൽ നിർണായകമായ കാര്യമാണ്. ശരിയായ ലോണിന്റെ കാലാവധി തിരഞ്ഞെടുക്കൽ, അതിരുകടന്ന അപേക്ഷകൾ, ഒളിച്ചിരിക്കുന്ന ഫീസുകൾ തുടങ്ങിയവയെല്ലാം ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ്. ആദ്യം ഒരു ലോണിന് അപേക്ഷിക്കുമ്പോൾ നിങ്ങളുടെ ക്രെഡിറ്റ് സ്കോർ പരിശോധിക്കുക എന്നതാണ് പ്രധാനപ്പെട്ട കാര്യം. ക്രെഡിറ്റ് സ്കോർ സൗജന്യമായി പരിശോധിക്കാൻ സാധിക്കും. 700-ൽ കൂടുതൽ സ്കോർ ഉണ്ടെങ്കിൽ കുറഞ്ഞ പലിശ നിരക്കിൽ മികച്ച ഡീലുകൾ ലഭിക്കും. 650 മുതൽ 700-നിടയിൽ സ്കോർ ഉള്ളവർക്ക് ശരാശരി ഡീലുകൾ ലഭിക്കും. 650-ൽ താഴെ സ്കോർ ഉള്ളവർക്ക് ലോൺ ലഭിക്കാൻ ബുദ്ധിമുട്ടാകും. അതുകൊണ്ട് തന്നെ അപേക്ഷിക്കുന്നതിന് മുൻപ് സ്കോർ മെച്ചപ്പെടുത്തുക. ക്രെഡിറ്റ് സ്കോർ കുറവാണെങ്കിൽ FDയുമായി ബന്ധപ്പെട്ട സെക്യൂർഡ് ക്രെഡിറ്റ് കാർഡുകൾ എടുക്കുക. 3 മാസത്തേക്ക് ഈ കാർഡ് ഉപയോഗിച്ച് ക്രെഡിറ്റ് സ്കോർ മെച്ചപ്പെടുത്താൻ സാധിക്കും. അടുത്തതായി, പലിശ നിരക്ക് കുറയ്ക്കുന്നതിന് കുറച്ച് ബാങ്കുകൾ തമ്മിൽ താരതമ്യം ചെയ്താൽ മതിയാകും. ബാങ്ക് ബസാർ, പൈസ ബസാർ അതുപോലെയുള്ള പ്ലാറ്റ്ഫോമുകൾ ഉപയോഗിച്ച് വിവിധ ബാങ്കുകളുടെ പലിശ നിരക്ക് താരതമ്യം ചെയ്യുമ്പോൾ എവിടെയാണ് ലോണിന് അപേക്ഷിക്കണം എന്നുള്ളൊരു ഐഡിയ നിങ്ങൾക്ക് ലഭിക്കും. മറ്റൊന്ന്, പ്രീ അപ്രൂവ്ഡ് ലോൺ പരിശോധിക്കുക എന്നതാണ്. ബാങ്ക് ആപ്ലിക്കേഷൻ വഴി ലഭ്യമായ പ്രീ അപ്രൂവ്ഡ് ലോൺ പരിശോധിക്കുക. ഇതിന് ഹാർഡ് എൻക്വയറി ആവശ്യമില്ല. അതിനാൽ ക്രെഡിറ്റ് സ്കോറിനെ ഇത് ബാധിക്കുകയുമില്ല. കൂടാതെ ഹിഡൻ ചാർജുകളും ചെക്ക് ചെയ്യുക. ചില ലോൺ ആപ്ലിക്കേഷനുകൾക്ക് ഒളിച്ചിരിക്കുന്ന ഫീസുകളും ഉയർന്ന പ്രോസസ്സിംഗ് ചാർജുകളും ഉണ്ടാകും. അത് ഒഴിവാക്കാൻ തുടക്കത്തിൽ തന്നെ ഹിഡൻ ചാർജുകൾ അറിഞ്ഞിരിക്കണം. ശരിയായ ലോൺ കാലാവധി തിരഞ്ഞെടുക്കുന്നതിന് ഇനി പറയുന്നത് ശ്രദ്ധിച്ചാൽ മതി. ദീർഘകാലാവധി 3 തൊട്ട് 5 വർഷം വരെയാണെങ്കിൽ മാസ വായ്പ അല്ലെങ്കിൽ EMI കുറയ്ക്കാൻ ഉപകരിക്കും. പക്ഷെ ആകെ പലിശ നിരക്ക് കൂടുതലായിരിക്കും. ഒരേ സമയം ഒന്നിലധികം ബാങ്കുകളിൽ അപേക്ഷിക്കാതിരിക്കുകയാണ് ആദ്യം ചെയ്യേണ്ടത്. ഇത് ക്രെഡിറ്റ് സ്കോർ കുറയ്ക്കുന്നതിന് കാരണമാകുന്നതാണ്. മറ്റൊരു കാര്യം, ഏജന്റുമാർ വഴി ചേർന്ന് പേഴ്സണൽ ലോണിന് അപേക്ഷിക്കാതിരിക്കുക. ഇവർ 2% മുതൽ 3% വരെ കമ്മീഷൻ ഈടാക്കും. ലോൺ ആപ്ലിക്കേഷനുകൾ വഴി അപേക്ഷിക്കുമ്പോൾ ഹാർഡ് എൻക്വയറി ഉണ്ടാകുമോ എന്ന് പരിശോധിക്കുക. ഒളിച്ചിരിക്കുന്ന ഫീസുകൾ ഒഴിവാക്കാൻ എല്ലാ വ്യവസ്ഥകളും ശ്രദ്ധാപൂർവം വായിക്കുകയും വേണം. 2025 മികച്ച പേഴ്സണൽ ലോൺ കരാർ നേടാൻ ക്രെഡിറ്റ് സ്കോർ മെച്ചപ്പെടുത്തുക, പലിശ നിരക്കുകൾ താരതമ്യം ചെയ്യുക, ശരിയായ കാലാവധി തിരഞ്ഞെടുക്കുക, അതിരുകടന്ന അപേക്ഷകളും ഹിഡൻ ഫീസുകളും ഒഴിവാക്കുക എന്നീ ടിപ്പുകൾ ഉപയോഗിച്ചാൽ നിങ്ങളുടെ ലോണിന്റെ ചെലവ് കുത്തനെ കുറയ്ക്കാൻ സാധിക്കും. പേഴ്സണൽ ലോണുകൾ എടുക്കുമ്പോൾ എപ്പോഴും അത് നിങ്ങൾക്ക് തിരിച്ചടയ്ക്കാൻ കഴിയുമോ എന്നതുകൂടി മനസ്സിലാക്കേണ്ടതുണ്ട്. കാരണം ഏറ്റവും അധികം സിവിൽ സ്കോർ ഇടിച്ചു കളയുന്നതും അതുപോലെ തന്നെ ക്രെഡിറ്റ് സ്കോറിനെ ബാധിക്കുന്നതുമാണ് പേഴ്സണൽ ലോണുകൾ.